ഗൈസ്, അങ്ങനെ ഒരു സമരം കൂടി പര്യവസാനിച്ചിരിക്കുന്നു. ഡൽഹി ജന്തർ മന്ദിറിൽ CJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയിരുന്ന സമരം അവസാനിച്ചു. അവർ പ്രധാനമായും പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു. അദ്ദേഹം രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണെന്ന് അവർ പറയുന്നു. മറ്റ് പല കാര്യങ്ങളും ലക്ഷ്യമിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു കാര്യമേ പറയാം. പരീക്ഷാ ക്രമക്കേടുകൾ ഇനി ആവർത്തിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? ഇത് മനഃപൂർവ്വം ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. തീർത്തും കാര്യക്ഷമമായി നീറ്റ് പോലുള്ള പരീക്ഷകൾ നടത്താൻ കഴിയണം. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭ മാറണം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് കഴിയണം. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ CJP എന്നത് ഒരു വ്യക്തമായ ഒരു പാർട്ടിയായി രൂപീകരിക്കപ്പെടണം. അവർ ബൈലോ ഉണ്ടാക്കണം. അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അതിനെ ആളുകളെ സംഘടിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാർഗറ്റ് വെച്ച് പ്രവർത്തിക്കുന്നത് ശരിയല്ല. അവർ പറയണം, ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് പ്രസിഡൻ്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിച്ചോട്ടെ. അങ്ങനെയാണ് വേണ്ടത്. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം. കേവലം വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് ഒരു ആൾക്കൂട്ടം അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞു. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഒരു പ്രശ്നമുണ്ടാകുമ്പം അത് പരിഹരിക്കുക, ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നോക്കുക. എന്നാൽ ഒരു എലക്ഷൻ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാമല്ലോ. അപ്പോൾ ഭാവിയിൽ ആര് ഇന്ത്യ ഭരിക്കണം എന്ന് തീരുമാനിക്കാമല്ലോ. ആ സമയത്ത് വ്യക്തമായ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഭാവിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കണം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, സീ യു.